നമോ നമഃ. സർവേഷാം സംസ്കൃതകക്ഷ്യായാം സ്വാഗതം. പ്രിയ ഛാത്രാः സർവേ സുഖിനः वा? ഗതകക്ഷ്യായാം വയം ശ്ലാഘ്യം കലാപൈതൃകം ഇതി പാഠഭാഗം അധികൃത്യ അപഠാമ. തത് സമ്യക് അവഗച്ഛന്തः ഇതി അഹം മന്യേ. പഠിതഭാഗസ്യ ആശയം സംഗൃഹ്യ ഏകവാരമപി വദാമി, ശൃണ്വന്തു. സംസ്കൃതോത്സവത്തിൽ കൂടിയാട്ട മത്സരത്തിൽ സമ്മാനം നേടിയ പെൺകുട്ടി കൂടിയാട്ടത്തെക്കുറിച്ച് കൂടുതൽ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു കൂടിയാട്ട ആചാര്യന് ഇമെയിൽ വഴി സന്ദേശം അയക്കുന്നു. ഈ സന്ദേശം കണ്ടിട്ട് സന്തോഷവാനായ ആചാര്യൻ ആശംസ അർപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്. നോക്കിയാട്ടെ എന്താണെന്ന്. ഇന്ന് ലോകത്ത് കാണപ്പെടുന്നതായ സംസ്കൃത ദൃശ്യകലാരൂപങ്ങളിൽ ഏറ്റവും മഹത്തരമാണ് കൂടിയാട്ടം. ഇത് കേരളീയ സംസ്കൃത രൂപക അഭിനയമാണ്. കൂടിയാട്ടം എന്ന മലയാള പദത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. ഇതിലെന്താണ്? മിലിത്വ നടനം എന്ന വ്യാഖ്യാനമാണ്, ചേർന്നുള്ള നടനം എന്ന വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാദ്യ സംഗീത നൃത്ത അഭിനയങ്ങളുടെ ഒരു സമന്വയം എന്ന വിശേഷതയും കൂടിയാട്ടത്തിനുണ്ട്. ആംഗികം, സാത്വികം, വാചികം, ആഹാര്യം തുടങ്ങി 4 വിധത്തിലുള്ളതായ അഭിനയങ്ങളും ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൗരാണികതയും സാഹിത്യ സമ്പുഷ്ടിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ നിരീക്ഷിച്ചിട്ട് യുനെസ്കോ 2006 ലോക പൈതൃക കലാരൂപമായി ഈ കലാരൂപത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ബാക്കി നോക്കിയാട്ടെ. യദ്യപി കൂത്തമ്പലേഷു ഏവ അസ്യ രംഗാവിഷ്കാരഃ പ്രവൃത്ത ആസീത്, തഥാപ്യധുന വിഖ്യാതേഷു സദസ്സു പണ്ഡിതസഭാസു ചാസ്യ പ്രയോഗഃ സംലക്ഷ്യത്തെ. ഭാസ, ബോധായന, മഹേന്ദ്രവിക്രമ, ശ്രീഹർഷ, ശക്തിഭദ്ര, കുലശേഖര, നീലകണ്ഠ പ്രഭൃതിഭിഃ വിരചിതാനി രൂപകാണ്യേവ കഥാവസ്തുരൂപേണ സ്വീകൃതാനി. പശ്യന്തു. യദ്യപി കൂത്തമ്പലേഷു ഏവ, കൂത്തമ്പലേഷു ഏവ പദച്ഛേദം എങ്ങനെ പറയാം? കൂത്തമ്പലേഷു ഏവ അസ്യ രംഗാവിഷ്കാരഃ പ്രവൃത്ത ആസീത്, തഥാപ്യധുന പദച്ഛേദം എങ്ങനെയാ? തഥാ അപി അധുന, തഥാപ്യധുന വിഖ്യാതേഷു സദസ്സു പണ്ഡിതസഭാസു ചാസ്യ ച അസ്യ പ്രയോഗഃ സംലക്ഷ്യത്തെ. യദ്യപി കൂത്തമ്പലേഷു ഏവ, കൂത്തമ്പലങ്ങളിലായിരുന്നു ഇതിൻ്റെ രംഗാവിഷ്കാരം പണ്ടുണ്ടായിരുന്നത്. അതായത് കൂടിയാട്ടം ഒരു ക്ഷേത്രകലയായിരുന്നു ഇല്ലേ? അപ്പോൾ അത് അമ്പലങ്ങളിലായിരുന്നു, അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അധുന, ഇപ്പോഴോ വിഖ്യാതേഷു പ്രസിദ്ധങ്ങളായ സദസ്സു സദസ്സുകളിലും പണ്ഡിതസഭാസു പണ്ഡിത സഭകളിലും എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ രംഗാവിഷ്കാരം നടത്തുന്നു, ഇത് അഭിനയിക്കുന്നു. മനസ്സിലായോ? പിന്നോ ഇതിനകത്തെ കഥ എവിടെ നിന്നും എടുത്ത കഥകളാണ് നമ്മൾ കൂടിയാട്ടത്തിൽ പ്രയോഗിക്കുന്നത്. നോക്കിക്കാട്ടെ എവിടെ നിന്നാണെന്ന്. ഭാസ, ബോധായന, മഹേന്ദ്രവിക്രമ, ശ്രീഹർഷ, ശക്തിഭദ്ര, കുലശേഖര, നീലകണ്ഠ പ്രഭൃതിഭിഃ വിരചിതാനി രൂപകാണ്യേവ, രൂപകാണി ഏവ കഥാവസ്തുരൂപേണ സ്വീകൃതാനി. എന്താ പറഞ്ഞേക്കുന്നത്? ഭാസ, ബോധായന, നോക്കിയാട്ടെ, പിന്നെന്താ? മഹേന്ദ്രവിക്രമ, ശ്രീഹർഷ, ശക്തിഭദ്ര, കുലശേഖര, നീലകണ്ഠ തുടങ്ങിയ രൂപക ആചാര്യന്മാരുടെ കൃതികൾ ഏതൊക്കെയാണ്? ഭാസൻ്റെ എത്ര കൃതികളുണ്ട്? എത്ര നാടകങ്ങളുണ്ട്? 13 നാടകങ്ങളാണ് ഭാസൻ്റേതെന്ന് പറയപ്പെടുന്നത് അല്ലേ? അതിനെ ഒരുമിച്ച് പറയുന്ന പേരെന്താണ്? ഭാസ നാടക ചക്രം. ആരാണിത് കണ്ടെടുത്തത്? ടി ഗണപതി ശാസ്ത്രികൾ. തിരുവനന്തപുരത്തിനടുത്തുള്ള മണലിക്കര മഠത്തിൽ നിന്നും ശ്രീ ടി ഗണപതി ശാസ്ത്രികളാണ് ഭാസൻ്റേതെന്ന് പറയപ്പെടുന്നതായ ഈ 13 നാടകങ്ങളും കണ്ടെടുത്തിട്ടുള്ളത് അല്ലേ? അതാണ് ഭാസ നാടക ചക്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
പിന്നെ ബോധായനൻ്റെ നാടകമാണ് ഭഗവതജ്ജുകം. മഹേന്ദ്രവിക്രമൻ എഴുതിയ മത്തവിലാസ പ്രഹസനം, ശ്രീഹർഷൻ്റെ നാഗാനന്ദം, ശക്തിഭദ്രൻ എഴുതിയ, കേരളീയനായ നാടകാചാര്യനാണ് ശക്തിഭദ്രൻ, അദ്ദേഹം എഴുതിയ ആശ്ചര്യ ചൂടാമണി. കുലശേഖരൻ എഴുതിയ 2 നാടകങ്ങളാണ് തപതീ സംവരണം, സുഭദ്രാ ധനഞ്ജയം, അല്ലേ? പിന്നെ നീലകണ്ഠൻ എഴുതിയതായ കല്യാണ സൗഗന്ധികം. അപ്പോൾ ഈ നാടകങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഈ നാടകത്തിൻ്റെ കഥാവസ്തുവാണ്, കഥയാണ് നമ്മൾ കൂടിയാട്ടത്തിൽ ഈ രംഗാവിഷ്കാരം നടത്തുന്നത്, കൂടിയാട്ടത്തിൽ കൂടി അവതരിപ്പിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇനി എന്തൊക്കെയാണ് കൂടിയാട്ടത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്? എന്താണ് കൂടിയാട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തുന്നത് നോക്കിയാട്ടെ. പൂർവരംഗക്രിയ സൂത്രധാര പ്രവേശ, കഥാപാത്ര പ്രവേശ, നിർവഹണം, സരൂപക അവതരണം, ഭരതവാക്യം, മുടിയക്കിത്ത ഇത്യേവം അഭിനയക്രമാഃ അസ്മിൻ വിദ്യന്തെ. മിഴാവ്, ഇടയ്ക്ക, കുഴിത്താളം, ശംഖ്, കുരുങ്കുഴൽ ഇത്യാദീനി വാദ്യ ഉപകരണാനി അഭ്യുപയുജ്യന്തെ. കേരള കലാമണ്ഡലെ തഥാ കേന്ദ്രീയ സംഗീത നാടക അക്കാദമി ദ്വാരാ അംഗീകൃതേഷു 8 കേന്ദ്രേഷു ച കൂടിയാട്ട പഠനായ അവസരാः വർത്തന്തെ. ഏതദധികൃത്യ സവിശദം വിവരണം ലബ്ധും www.sanskritkerala.gov.in, ഗൂഗിൾ, വിക്കിപീഡിയ സമഗ്ര ആദയഃ സഹായകാः ഭവന്തി. പുനരപി ഭവത്യാः ജിജ്ഞാസാഭരിതം ലേഖം സസ്നേഹം ചാക്യാരഃ. കൂടിയാട്ടം പൂർവരംഗക്രിയ സൂത്രധാര പ്രവേശ, കഥാപാത്ര പ്രവേശ, നിർവഹണം, സരൂപക അവതരണം, ഭരതവാക്യം, മുടിയക്കിത്ത ഇത്യേവ അഭിനയക്രമാഃ അസ്മിൻ വിദ്യന്തെ. കൂടിയാട്ടം ആരംഭിക്കുമ്പോൾ മുതൽ അത് അവസാനിക്കുന്നത് വരെ എന്തെല്ലാം അഭിനയ പ്രകാരങ്ങളാണ് ഇതിനകത്തുള്ളത്? പൂർവരംഗക്രിയ എന്താണ്? രംഗസജ്ജീകരണ അനന്തരം രംഗശുദ്ധീകരണം. രംഗം സജ്ജീകരിച്ച് കഴിയുമ്പോൾ ആ രംഗത്തെ ശുദ്ധീകരിക്കും. പണ്ട് നമ്മൾ ചാണകം മെഴുകുന്ന തറയിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരു വെള്ളം ഇങ്ങനെ ഒന്ന് കുടയുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ശുദ്ധീകരണമാണ്. അതാണ് വെള്ളത്തിനെ നമ്മൾ ആരാധിക്കുന്നതിൻ്റെയാണ് ആ ശുദ്ധീകരണം, അല്ലേ? ജലശുദ്ധീകരണം. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യം രംഗം സജ്ജീകരിക്കുന്നു. രംഗം സജ്ജീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അരങ്ങുതളി, അതാണ് വെള്ളം കുടയുന്നത്. അതാണ് പൂർവരംഗക്രിയ. അസ്യ അനന്തരം സൂത്രധാര പ്രവേശ. അതിനുശേഷമാണ് ആര് പ്രവേശിക്കുന്നത്? സൂത്രധാരൻ. സംസ്കൃത രൂപകങ്ങൾക്കെല്ലാം ഒരു സൂത്രധാരനുണ്ട്, അല്ലേ? സൂത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചരട്, നൂല്, അല്ലേ? ചരട് വലിക്കാരൻ എന്ന് പറയും. അതായത് ആ നാടകത്തിനെ ആദ്യന്തം നയിക്കുന്ന ആളാണ് ആര്? ഈ സൂത്രധാരൻ. അപ്പം അദ്ദേഹം എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? തത്ര സൂത്രധാരഃ ത്രിവർത്തികം ദീപം പ്രജ്വാല്യ നാന്ദീശ്ലോകം പഠതി ജലഗന്ധപുഷ്പൈഃ ആരാധ്യ ബ്രഹ്മദേവം അഭിവാദ്യ രംഗം അഭിവന്ദ്യ ച നേപഥ്യം പ്രവിശതി. ഇപ്പം എന്ത് ചെയ്യുന്നു? ജലഗന്ധപുഷ്പൈഃ, അല്ലേ? വെള്ളം കൊണ്ടും മണമുള്ളതായ പൂക്കൾ കൊണ്ടും ബ്രഹ്മദേവനെ അഭിവാദ്യം ചെയ്തിട്ട് രംഗം അഭിവന്ദ്യ, അല്ലേ? രംഗത്തെയും എല്ലാം അഭിവാദനം ചെയ്തിട്ട് നേപഥ്യം പ്രവിശതി, അണിയറയിലേക്ക് പ്രവേശിക്കുന്നു. അടുത്തതാണ് കഥാപാത്ര പ്രവേശ. മനസ്സിലായി കാണുമല്ലോ കഥാപാത്ര പ്രവേശ. കഥാപാത്രാണി എങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ കൂടിയാട്ടത്തിൽ പ്രവേശിക്കുന്നത്? കഥാപാത്രങ്ങൾ യവനികാം ഗൃഹീത്വ, കർട്ടൻ എടുത്തുകൊണ്ട് വേദികായാഹ വാമഭാഗതഃ പ്രവിശതി. അതാണ്, അല്ലേ? വേദിക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേജിൻ്റെ ഇടതുവശത്തുകൂടി പ്രവേശിക്കുന്നു. വാമഭാഗതഃ പ്രവിശതി. അടുത്ത് നോക്കിയാട്ടെ, നിർവഹണം. ഇതാണ് നിർവഹണം. അതിനുശേഷം
നമ്മൾ നാടകമൊക്കെ തുടങ്ങുമ്പോൾ ഇന്നതാണ് നാടകം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും ഇല്ലേ? അതാണ് നിർവഹണം എന്ന് പറയുന്നത്. അതായത് കഥാസംഗ്രഹസ്യ പരിചായനം അല്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? പൂർവകഥായാം ശ്ലോകരൂപേണ അവതാരണം അല്ലേ? പൂർവകഥകൾ, മുന്നുള്ള കഥകൾ നമുക്ക് മനസ്സിലായില്ല എങ്കിൽ മുൻപുള്ള കഥകളെല്ലാം എന്തു ചെയ്യുന്നു? ഒരു ശ്ലോകത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സ്വരൂപകാവതാരണം അല്ലേ? കഥാപാത്രാണാം അഭിനയ. അതിനുശേഷമാണ് കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത്. അതാണ് സ്വരൂപകാവതാരണം അല്ലേ? പിന്നെ ഭരതവാക്യം. സംസ്കൃത രൂപകങ്ങളുടെ എല്ലാം അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ആശീർവാദ ശ്ലോകം ചൊല്ലാറുണ്ട്. ആ ശ്ലോകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭരതവാക്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെയും ഭരതവാക്യം നടത്തുന്നു. അതിനുശേഷം മുടിയക്കിത്ത. എന്താണ് മുടിയക്കിത്ത എന്ന് പറഞ്ഞാൽ? കൂടിയാട്ടത്തിനെ ഒരു യജ്ഞമായി കാണുകയാണ്. മനസ്സിലായ? ഒരു യാഗമായി നോക്കിക്കൊണ്ട്, ഒരു യാഗമായി സങ്കല്പിച്ചുകൊണ്ട് ആ യാഗത്തിലേക്ക് നമ്മൾ സർവ്വ വസ്തുക്കളും സമർപ്പിക്കാറുണ്ട് അല്ലേ? ഹോമത്തിന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്നതായ എല്ലാ വസ്തുക്കളും അതിലേക്ക് നമ്മൾ സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? കൂടിയാട്ടം ഏകം യജ്ഞമിതി വിഭാവ്യ. കൂടിയാട്ടത്തിനെ ഒരു യാഗമായി സങ്കല്പിച്ചുകൊണ്ട് യജ്ഞേഷു കൃതസദൃശം സർവവസ്തു സമർപ്പണം. യജ്ഞത്തിൽ നമ്മൾ എങ്ങനെയാണോ എല്ലാ വസ്തുക്കളും സമർപ്പിക്കുന്നത്, അതുപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ വസ്തുക്കളും അവിടെ സമർപ്പിക്കുകയാണ്. അതിനെയാണ് മുടിയക്കിത്ത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്യേവം അഭിനയക്രമാഹ അസ്മിൻ വിദ്യന്തെ. ഇത്രയും അഭിനയക്രമങ്ങളാണ് നമ്മുടെ കൂടിയാട്ടത്തിലുള്ളത്. മനസ്സിലായോ? അപ്പം കൂടിയാട്ടെ അഭിനയക്രമാഹ പൂർവരംഗക്രിയ, സൂത്രധാരപ്രവേശ, കഥാപാത്രപ്രവേശ, നിർവഹണം, സ്വരൂപകാവതാരണം, ഭരതവാക്യം, മുടിയക്കിത്ത. ഇത്യേവം അഭിനയക്രമാഹ അസ്മിൻ വിദ്യന്തെ. അത്ര വാദ്യ ഉപകരണാനി കാനി? മിഴാവ്, ഇടയ്ക്ക, കുഴിത്താളം, ശംഖഃ, കുരുങ്കുഴൽ ഇത്യാദീനി വാദ്യ ഉപകരണാനി അഭ്യുപയുജ്യന്തെ. മനസ്സിലായി കാണുമല്ലോ? മിഴാവ്, ഇടയ്ക്ക, കുഴിത്താളം, ശംഖഃ, കുരുങ്കുഴൽ ഇത്യാദീനി വാദ്യ ഉപകരണാനി ഉപയുജ്യന്തെ. കേരള കലാമണ്ഡലേ തഥാ കേന്ദ്രീയ സംഗീത നാടക അക്കാദമി ദ്വാര. കേരള കലാമണ്ഡല അതുപോലെ തന്നെ കേന്ദ്രീയ സംഗീത നാടക അക്കാദമി വഴി അംഗീകരിക്കപ്പെട്ട 8 കേന്ദ്രേഷു 8 കേന്ദ്രങ്ങളിൽ കൂടിയാട്ട പഠനായ അവസരാഹ വർത്തന്തെ. കൂടിയാട്ടം പഠിക്കാനുള്ള അവസരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? കേരള കലാമണ്ഡലത്തിലും അതുപോലെ തന്നെ കേന്ദ്രീയ സംഗീത നാടക അക്കാദമി വഴിയും 8 കേന്ദ്രങ്ങൾ, അംഗീകരിക്കപ്പെട്ട 8 കേന്ദ്രങ്ങളിൽ കൂടിയാട്ട പഠനത്തിന് വേണ്ടിയിട്ടുള്ള അവസരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതധികൃത്യ സവിശദം വിവരണം ലബ്ധും. ഇതിനെക്കുറിച്ച് വിശദമായ വിശദമായ വിവരണം ലഭിക്കുന്നതിന് വേണ്ടി www.sanskritkerala.gov.in, ഗൂഗിൾ, വിക്കിപീഡിയ, സമഗ്ര ആദയഃ സഹായകാഃ ഭവന്തി. ഈ പറയുന്നതെല്ലാം നമ്മൾക്ക് സഹായമായി ലഭിക്കും. മനസ്സിലായോ? പുനരപി ഭവത്യാഹ ജിജ്ഞാസാഭരിതം ലേഖം പ്രതീക്ഷ്യ. വീണ്ടും ഭവതിയുടെ ഇതുപോലെയുള്ള ജിജ്ഞാസയോടുകൂടി. എന്താ ജിജ്ഞാസ? ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ അല്ലേ? അപ്പം ഇങ്ങനെ അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി, അതായത് ജിജ്ഞാസാഭരിതമായ ലേഖനം പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു ലേഖം, ഇമെയിൽ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷ്യ സസ്നേഹം ചാക്യാരഃ. സ്നേഹപൂർവം ചാക്യാര്. നോക്കിയട്ടെ പഠന പ്രവർത്തനങ്ങൾ. കഞ്ചന കൂടിയാട്ട കലാകാരം സമേത്യ അഭിഭാഷണം കൃത്വ കൂടിയാട്ടമധികൃത്യ
ലഘുവിവരണം കരോതു. ഒരു കൂടിയാട്ട കലാകാരനെ സമീപിച്ചിട്ട് അഭിമുഖ സംഭാഷണം ചെയ്തതിന് ശേഷം കൂടിയാട്ടത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കാൻ, അല്ലേ? അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ആശയ വ്യക്തത ഉണ്ടായിരിക്കണം, അത് സമഗ്രമായിരിക്കണം, പൂർണ്ണമായിരിക്കണം, അല്ലേ? അടുത്ത നോക്കട്ടെ, രണ്ടാമത്തെ പ്രവർത്തനം. അനുബന്ധേ ദത്തം കീലഫലകം ദൃഷ്ടുവ സംസ്കൃത ലിപി വിന്യാസം പരിചിനോതു സ്വനാംനി ഈലേഖ സങ്കേതമപി നിർമ്മാതു. താഴെ തന്നിരിക്കുന്ന അടുത്ത പേജിലുണ്ട് കീലഫലകം, കീബോർഡ്, അല്ലേ? ആ കീബോർഡ് ദൃഷ്ടുവ കണ്ടിട്ട് സംസ്കൃത ലിപി വിന്യാസം, സംസ്കൃത ലിപികൾ, അതിനകത്ത് ഓരോ അക്ഷരങ്ങളും ഇംഗ്ലീഷിലാണ് അത് കീബോർഡ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് സംസ്കൃത അക്ഷരങ്ങൾ എവിടെയൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുക. എന്നിട്ട് സ്വന്തം പേരിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് തയ്യാറാക്കുക. എല്ലാവർക്കും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കുമെന്ന് അറിയാം, എങ്കിലും ഒന്നുകൂടെ ഇല്ലാത്തവർ ചെയ്യുക. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനത്തിൽ നമുക്ക് കൂടിയാട്ടത്തെക്കുറിച്ച് ഒരു ചിത്രപടം നിർമ്മാതു. ചിത്രപടം എന്താണ്? ഒരു ആൽബം തയ്യാറാക്കാൻ, അല്ലേ? കൂടിയാട്ടത്തെക്കുറിച്ച്, കൂടിയാട്ടത്തിൻ്റെ കുറേ ചിത്രങ്ങൾ, പലതരത്തിലുള്ളതായ ചിത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു ആൽബം തയ്യാറാക്കുക. അടുത്ത നാലാമത്തെ പ്രവർത്തനം നോക്കിക്കാട്ടെ. കമവി വിഷയം അധികൃത്യ ഈലേഖ സങ്കേതം ഉപയുജ്യ മിത്രം പ്രതി ലേഖമേകം ലിഖതു. കൂട്ടുകാരന് ഇമെയിൽ വഴി ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഇമെയിൽ വഴി തൻ്റെ കൂട്ടുകാരന് ഒരു കത്തയക്കുക. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട അംശങ്ങൾ എന്തൊക്കെയാണ്? ലേഖസ്യ ഘടന, അല്ലേ? ആ ലേഖനത്തിൻ്റെ ഘടന നോക്കണം, അതിൻ്റെ സമഗ്രത ഉണ്ടാകണം, അത് വിഷയാനുബന്ധമായിരിക്കണം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം കൂട്ടുകാരന് ഇമെയിൽ വഴി ഒരു കത്തയക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതായ കുറച്ച് കാര്യങ്ങൾ, എന്താണ്? കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നതായ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? ആ ഗ്രന്ഥങ്ങളും ആ നാടകക്കാരും നാടകകർത്താക്കളും അവരുടെ ഗ്രന്ഥങ്ങളും അടുത്ത പേജിലുണ്ട്. അത് എഴുതി വെച്ച് പഠിക്കുക. ധന്യവാദ.